എനിക്ക് ധൈര്യമുണ്ട്, പറഞ്ഞോട്ടെ. പറഞ്ഞോ സർ, ഭയം വേണ്ട, ജാഗ്രത മതി. അപ്പോൾ ഈ SFIO ഭയങ്കര തമാശയായി ഇത്രയും വാദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആർക്കാ ഭയമെന്ന്. അപ്പോൾ ഈ അന്വേഷണത്തെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത്. അതിന് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. അപ്പോൾ ഈ വീണ വിജയൻ സമയം കഴിഞ്ഞില്ലേ? ഒന്നുമില്ല പറയാൻ, ഒന്നുമില്ല, ഒരു കാര്യം പറയാനില്ല, ഒരു പോയിന്റ് ഇല്ല. ശരി, എന്റെ 2 മിനിറ്റ് തുടങ്ങുകയാണേ. സാർ പോയിന്റ് എണ്ണിക്കോ. അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് വീണ വിജയന്റെ എക്സാലോജിക്ക്. വീണ വിജയൻ പറയുന്ന പറയട്ടെ സാർ, ഞാൻ തുടങ്ങുമ്പോഴേ സാർ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഡോർമെന്റ് ആയ കമ്പനി എക്സാലോജിക്ക് ഈ ഒരു അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ SFIOയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് വീണ വിജയന് നോട്ടീസ് നൽകാൻ പോവുകയാണ് SFIO. അത് തടയിടുന്നതിന് വേണ്ടിയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് ഇന്ന് രാവിലെ ഓടിപ്പോയി ഹർജി കൊടുത്തിരിക്കുന്നത്. ഞാൻ പൂർത്തിയാക്കട്ടെ സാർ, ഞാൻ സാറ് പറഞ്ഞപ്പോൾ മിണ്ടിയിട്ടില്ല. അപ്പോൾ ഈ ഹർജിയുമായി ഓടിപ്പോയിരിക്കുകയാണ്. ഇന്ന് രാവിലെ പോയിരിക്കുന്നു. അർജന്റ് ഹിയറിംഗിനാണ് ലിസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ തന്നെ ആ ഹർജി എടുക്കും. അതിൽ കർണാടക ഹൈക്കോടതി പറയാൻ പോകുന്ന കമന്റ്സ് എന്താണ് എന്നുള്ളതാണ് നാളത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ കമ്പനിയുടെ, ഈ എക്സാലോജിക് എന്ന് പറയുന്ന പേപ്പർ കമ്പനിയുടെ ആസ്ഥാനം ബംഗളൂരു ആണ്. പ്രത്യേകിച്ച് ഒരു സർവീസും കൊടുക്കാതെ CMRൽ നിന്ന് 1.2 ലക്ഷം 1.72 കോടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഹാജരാക്കണം. ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ്. ഡിജിറ്റലായി നടന്ന ട്രാൻസാക്ഷൻസ് കോടികളുടെ കണക്കുണ്ടോ അവിടെ? സാർ, അത് നിൽക്കട്ടെ സാർ, ആരെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, ആരെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. ഞാനിവിടെ പറയുന്നത് വീണ വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയെ കുറിച്ചാണ്. ബംഗളൂരുവിലാണ് ആ കമ്പനിയുടെ ആസ്ഥാനം. അത് ഡോർമെന്റ് സ്റ്റാറ്റസിലേക്ക് 2022 പോകുന്നു. മാസപ്പടി വാങ്ങിയിട്ടുണ്ടോ? സേവനമില്ലാതെ 55 ലക്ഷം നേരിട്ട് വാങ്ങിയിട്ടുണ്ടോ? 1.72 കോടി വാങ്ങിയിട്ടുണ്ടോ? അതിൽ ഇതുവരെ ഒരു രേഖയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിശദീകരണവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വന്ന് നിഷേധിക്കട്ടെ. അപ്പോൾ ചോദ്യം ചെയ്യും, നോട്ടീസ് കൊടുക്കും എന്ന് കാണുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള, അതായത് എവിടെയാണോ താമസിക്കുന്നത് അതിന് തൊട്ടിപ്പുറത്തുള്ള KSIDCയിലേക്ക് SFIOയുടെ 4 ഉദ്യോഗസ്ഥരങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇളകിത്തെറിച്ചു. അങ്ങനെയാണ് കർണാടകയിലേക്ക് ഓടിയത്. അല്ലെങ്കിൽ ഈ ഹർജി നേരത്തെ കൊടുക്കാമല്ലോ. 12-ാം തീയതി കോടതി ഇത് പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളത് SFIO KSIDC ആസ്ഥാനത്ത് എത്തിയപ്പോഴൊന്നും അല്ലല്ലോ വീണ വിജയന്റെ എക്സാലോജിക് അറിഞ്ഞത്. അപ്പോൾ CMRൽ ഓഹരി പങ്കാളിത്തമുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷന്റെ KSIDCയുടെ ഓഫീസിൽ പരിശോധന നടത്തി 2010 മുതലുള്ള രേഖകൾ ശേഖരിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് എക്സാലോജിക് ഈ ഹർജിയുമായി പോയിരിക്കുന്നത്. അടിച്ചുവിടുന്നൊന്നുമല്ല സാർ. ഇപ്പൊ ഇരുന്ന് ഇത്രയും ന്യായീകരിച്ചല്ലോ. ഞാൻ ഈ പറയുന്നത് ഫാക്സ് അല്ലെങ്കിൽ സാർ എക്സാലോജിക്കിന്റെ അല്ല ഞാൻ പറഞ്ഞത് KSIDCയെ കുറിച്ചാണ്. KSIDCയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ അത് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധനകൾ നടക്കുന്നു. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ ഘട്ടത്തിൽ ഒരു ഹർജിയുമായി പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൽ മലയാളം മനസ്സിലാകുന്ന എല്ലാ മലയാളിക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ROC എറണാകുളത്തിന്റെ റിപ്പോർട്ട്, CMRൽ അവിടെ ഡോക്യുമെന്റ് കൊടുത്തിട്ടില്ല. KSIDCക്ക് CMRൽ 13.4% ഓഹരിയുണ്ടെന്നും സർക്കാരിന് അതുവഴി CMRൽ സ്വാധീനമുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്ന ഒരു ഘട്ടം തന്നെയാണ്. CMRൽ എക്സാലോജിക് ഇടപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ബന്ധം തന്നെ മതി. എന്തിനാണ് വീണ വിജയന്റെ കമ്പനിയുമായി ഇങ്ങനെ ഒരു ഇടപാടിലേക്ക് പോയത്? പിന്നെ ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്നൊക്കെ നിയമസഭയിൽ പറഞ്ഞാലൊന്നും ഇതിന് മറുപടിയാകില്ല. കോടതിയിലേക്ക് ഇത് പോയത് ഈ അന്വേഷണം തടയുന്നതിന് വേണ്ടി തന്നെയാണ്. കേന്ദ്ര ഏജൻസി സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഫലമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ വയറുളുക്കി കിടക്കുക നേരത്തെ പറഞ്ഞ കേന്ദ്ര ഏജൻസിയുടെ സത്യസന്ധമായ അന്വേഷണം. ഞാൻ പറയട്ടെ, ഞാൻ എനിക്കൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിലിപ്പോൾ മനു പ്രഭാകർ കുൽക്കർണി, ഈ ഒരു അഭിഭാഷകനെയാണ് ഇവർ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹർജി പൊടുന്നനെ കൊടുത്തതിന് പിന്നിൽ എന്തായാലും ഒരു റീസൺ ഉണ്ടല്ലോ. അല്ലാതെ കോടതിയിൽ ഷോൺ ജോർജിന്റെ ഹർജിയോ അല്ലെങ്കിൽ മറ്റ് കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ടോ ഒക്കെ നോട്ടീസ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് AK ബാലൻ പറയുന്നത് എന്താണ്? കോടതിയുടെ മുന്നിലുള്ള കേസിലാണ് SFIOയുടെ അന്വേഷണം. അതിൽ തീരുമാനം വരുന്നതിന് മുൻപ് SFI എന്തിനാണ്? നികേഷ് സാർ വാദിച്ചതുപോലെ തന്നെ AK ബാലൻ ഇന്ന് കുറേ വാദിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല. എന്ത് ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കിയിട്ടും ഒരു കാര്യവുമില്ല. വീണ വിജയൻ ഇതിൽ ഉപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. SFIO ആ കാര്യം കണ്ടെത്തുകയും ചെയ്യും. കണ്ടെത്തിയിട്ട് നമുക്ക് ബാക്കി. ശരി. Meet the editors.